തലസ്ഥാനത്ത് കേരള സർവകലാശാല വളപ്പിലെ CPM-ന്റെ മുൻ സംസ്ഥാന കമ്മിറ്റി ഓഫീസായ AKG പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ വിശദാംശങ്ങൾ തേടി കേരള സർവകലാശാല VC ഡോക്ടർ മോഹൻ കുന്നുമ്മൽ. AKG സെന്റർ സ്ഥിതി ചെയ്യുന്ന 55 സെന്റ് ഭൂമിയിൽ 40 സെന്റ് ഭൂമിയും അനധികൃതമായി കൈവശം വെച്ചിരിക്കുന്നതാണ് എന്ന പരാതിയിൽ തുടർ നടപടികൾക്ക് തുടക്കം കുറിക്കുകയാണ്. വൈസ് ചാൻസലർ AKG സെന്ററിന് ഭൂമി നൽകിയത് ഉൾപ്പെടെ കേരള സർവകലാശാലയുടെ സ്ഥലം അളന്ന് തിട്ടപ്പെടുത്തുന്നത് അടക്കമുള്ള നീക്കം ആലോചനയിലുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. ശാലിനിയുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. ശാലിനി, ആകെ 55 സെന്റുണ്ട്, അതിൽ 40 സെന്റും കയ്യേറ്റ ഭൂമിയാണ് എന്നുള്ളതാണ്. എന്തായാലും CPM-ന് തലവേദനയായി മാറുന്നുണ്ട് VC-യുടെ നിലപാട്. തന്നെയാണ് 55 സെന്റ് ഭൂമിയാണ്. അതിൽ 15 സെന്റ് ഭൂമി മാത്രമാണ് നിലവിൽ നൽകിയിട്ടുള്ളത്. അതിൽ നിന്ന് എങ്ങനെയാണ് ഈ 55 സെന്റ് ഭൂമിയിലേക്ക് കാര്യങ്ങൾ എത്തിയത് എന്നുള്ളതാണ് ഇപ്പോൾ പരിശോധിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലടക്കം ഈ വിഷയം വലിയ രീതിയിൽ വിവാദമാവുകയും വിവരാവകാശ രേഖകളടക്കം പുറത്തു വന്നൊരു സാഹചര്യം കൂടിയുണ്ട്. ഇതിന്റെ പശ്ചാത്തലത്തിൽ ഗവർണർ ഇക്കാര്യത്തിൽ റിപ്പോർട്ട് തേടിയിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ VC കടുത്ത നടപടികളിലേക്ക് നീങ്ങുന്നത്. പ്രത്യേകിച്ച് ഗവർണർ സർക്കാർ പോര് തുടരുന്നതിനിടയിൽ തന്നെയാണ് കേരള സർവകലാശാല ആസ്ഥാനത്തിനോട് ചേർന്നുള്ള ഭൂമി ഇത്തരത്തിൽ AKG സെന്ററിന് മുൻപ് നൽകിയതുമായി ബന്ധപ്പെട്ട വിവാദവും കൂടി ചൂടുപിടിക്കുന്നത്. 77-ലാണ് ഈ ഭൂമി നൽകിയിട്ടുള്ളത്. അതിനുശേഷം ഇതുമായി ബന്ധപ്പെട്ട ഫയലുകളടക്കം റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് കാണാതാവുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. വിഷയത്തിൽ ഇപ്പോൾ RTI രേഖകളും കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി അടക്കം നൽകിയ പരാതികളുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഗവർണറും ഇക്കാര്യത്തിൽ ഇപ്പോൾ ഇടപെട്ടിരിക്കുന്നത്. ഗവർണർ റിപ്പോർട്ട് തേടിയതിന്റെ അടിസ്ഥാനത്തിൽ VC ഇക്കാര്യങ്ങൾ പരിശോധിക്കുകയാണ്. ഈ ഭൂമി അളന്ന് തിട്ടപ്പെടുന്നത് അടക്കമുള്ള കാര്യങ്ങൾ സർവകലാശാലയുടെ ആലോചനയിലാണ്. ഒപ്പം തന്നെ ഇത് അളന്ന് തിട്ടപ്പെടുന്നത് അടക്കമുള്ള കാര്യങ്ങൾ വരുന്ന സിൻഡിക്കേറ്റിൽ ചർച്ച ചെയ്തുകൊണ്ട് തീരുമാനമെടുക്കാനാണ് ഇപ്പോൾ VC നടപടികൾ ആരംഭിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ ഈ ഭൂമി കൈമാറ്റം ചെയ്തടക്കമുള്ള രേഖകളും വിശദാംശങ്ങളും സർവകലാശാല ആസ്ഥാനത്ത് ഉണ്ടാകുമെന്നുള്ളതാണ് VC പ്രതീക്ഷിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ രജിസ്ട്രാർ ചുമതല നൽകിയിട്ടുള്ള മിനി കാപ്പനോട് വിശദാംശങ്ങൾ തേടിയിട്ടുണ്ട്. വിവരങ്ങൾ തേടിയതിനു ശേഷം വിവരങ്ങൾ ശേഖരിച്ച ശേഷം തന്നെ റിപ്പോർട്ട് ചെയ്യാനാണ് അറിയിച്ചിട്ടുള്ളത് VC ഡോക്ടർ മോഹൻ കുന്നുമ്മൽ. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഗവർണർക്ക് അദ്ദേഹം റിപ്പോർട്ട് നൽകും. ശേഷം തുടർ നടപടികൾ അതിനുശേഷമായിരിക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ഇടത് സിൻഡിക്കേറ്റ് ഭൂമി അളക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ എത്രത്തോളം അനുകൂല നിലപാട് സ്വീകരിക്കുമെന്നുള്ളത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും അത്തരത്തിലൊരു തീരുമാനം ഉണ്ടായില്ലെങ്കിൽ മറ്റു നടപടികളിലേക്ക് VC ഗവർണർ കടക്കുമെന്നുള്ളതിൽ സംശയമില്ല. എന്തായാലും മുൻപ് AKG സെന്ററായി പ്രവർത്തിച്ചപ്പോൾ AKG പഠന ഗവേഷണമായി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന കെട്ടിടവും അതിനോട് ചേർന്ന ഭൂമിയുമാണ് ഇത്തരത്തിൽ അനധികൃതമായി ഇടത് സർക്കാരും ഒപ്പം തന്നെ CPM കൈവശം വെച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഇപ്പോൾ വിവരാവകാശ രേഖയടക്കം പുറത്തുവന്നത്. ഇക്കാര്യത്തിലാണ് VC കടുത്ത നടപടികളിലേക്ക് നീങ്ങുകയും ചെയ്യുന്നത്. ശരി ശാലിനി.